ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഇനിയുള്ള ഓരോ മത്സരവും വളരെയധികം ക്രൂഷ്യൽ ആണെന്ന കാര്യം നമുക്കറിയാം. അവരുടെ ഈ സീസൺ നോക്കുകയാണെങ്കിൽ 10 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങളുമായിട്ട് പോയിന്റ് ടേബിൾ 7ാം സ്ഥാനത്താണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ വിജയത്തിന് ശേഷമാണ് അവർ തിരികെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ എത്തുന്നത്. ഈ സീസണിൽ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ കിരീടം നേടിയ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ഈഡൻ ഗാർഡൻസ് അവർക്കൊരു ഫോർട്രസ് ആയിരുന്നു. അവർ അവിടെ കളിച്ച 7 മത്സരങ്ങളിൽ 5 മത്സരങ്ങളും ജയിച്ചു. എന്നാൽ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേവരെ 5 മത്സരങ്ങളാണ് ഈഡൻ ഗാർഡൻസ് നടന്നത്. അതിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 3 തോറ്റു. പിന്നീട് പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ആ മത്സരത്തിൽ ഓൾറെഡി പഞ്ചാബ് കിങ്സ് 200+ സ്കോർ ചെയ്തിരുന്നു. അതൊരു ടൈറ്റ് മത്സരമാവാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. അപ്പോൾ അത് മഴ മൂലം ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് അവർ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചത്. അത് ഡൽഹി ആ ചേസിൽ ഒരു ഘട്ടത്തിൽ ക്രൂസ് ചെയ്യുകയായിരുന്നു. എന്നാൽ സുനിൽ നരേന്റെ ഒരു മികച്ച സ്പെല്ലാണ് അവരെ ഒരു മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 17 പോയിന്റിലെത്താം. 17 പോയിന്റ് എന്ന് പറയുന്നത് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ അവരുടെ മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല താനും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈഡൻ ഗാർഡൻസിൽ ഈ സീസണിൽ അവർ മോശം ഫോമിലാണ് കളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ ക്യൂറേറ്ററുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് ഒരു മത്സരം അവിടെ ജയിച്ചു. പിന്നീട് അവർ മത്സരങ്ങൾ അവിടെ പരാജയപ്പെട്ടു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ആശാവഹമായിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല അവർ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ എടുക്കുന്നത്. ഇനി നമ്മൾ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് അവരുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പിറക്കുന്നത്. ഈ സീസണിൽ ഒരു തവണ പോലും 50 പാർട്ണർഷിപ്പ് നേടാൻ അവർക്കായിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ നേടിയ 48 റൺസാണ് അവരുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അത് നല്ലൊരു ക്വിക്ക് ഫയർ 48 തന്നെയായിരുന്നു. എങ്കിലും ഇപ്പോൾ ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സീസണിൽ സുനിൽ നരേനും ഫിൽ സോൾട്ടും ചേർന്ന് നൽകിയ ഒരു തുടക്കം അവർക്ക് ഈ സീസണിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 10 മത്സരം കളിച്ചിട്ടും ഒരു 50 പാർട്ണർഷിപ്പ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫോമിന്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ ടോപ്പ് ഓർഡർ നന്നായിട്ടാണ് കളിച്ചത്. ഇപ്പോൾ വലിയൊരു സ്കോർ വന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഗുർബാസ് ആയാലും നരേൻ ആയാലും രഹാനെ ആയാലും രഘുവംശി ആയാലും ഒക്കെ നല്ല കോൺട്രിബ്യൂഷൻ തന്നു. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 10 ഓവർ വെച്ച് നോക്കുമ്പോൾ അവരൊരു 220+ സുഖമായിട്ട് എടുക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാനം ആ ഒരു ഫിനിഷിങ് ഇപ്പോൾ ആ ഒരു ആദ്യത്തെ 10 ഓവർ കളിച്ചതുപോലെ അടുത്ത 10 ഓവറിൽ പെർഫോം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ 204 എന്നൊരു സ്കോറിൽ ഒതുങ്ങി. 220 എടുക്കേണ്ട സ്ഥാനത്ത് ഒരു 10-15 റൺസ് കുറവാണ് കഴിഞ്ഞ മത്സരത്തിൽ എടുക്കാൻ സാധിച്ചത്. ഫിനിഷിംഗിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗ് ഒരു ഡീസന്റ് ഇന്നിംഗ്സ് ആണ് കളിച്ചത്. ഇപ്പോൾ റസലിനായാലും ഈ സീസണിൽ കാര്യമായിട്ടൊരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ടീമിലേക്ക് വന്ന റോഹ്മാൻ പവൽ 5 റൺസ് മാത്രമാണ് എടുത്തത്. അങ്ങനെ അവർക്ക് ഇഷ്യൂസ് ഉണ്ട്. പിന്നീട് ഇവരെ ബാറ്റിംഗിൽ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെങ്കടേശ്വറിന്റെ ഫോമാണ്. ഈ സീസണിൽ 1-2 മത്സരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് ഡെലിവറി ചെയ്യാൻ വെങ്കടേശ്വറിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് അവരുടെ ബാറ്റിംഗിലുണ്ട്. ഇനി ബോളിംഗിന്റെ കാര്യം പറയുമ്പോൾ ആ ഒരു സ്പിൻ ട്വിൻസിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ്സിലാണ് ഇവരുടെ പ്രതീക്ഷ അത്രയും. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽ നരേന്റെ ഒരു എക്സലന്റ് സ്പെല്ലാണ് ഇവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇനി പേസേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ഇൻഡിഫറന്റ് ആണ്. ഇപ്പോൾ ചില മത്സരങ്ങളിൽ അവർ വിക്കറ്റ് ഇടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഹർഷദ് റാണ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. വൈഭവ് അറോറയുടെ കാര്യം അങ്ങനെ തന്നെ, ചില മത്സരത്തിൽ വിക്കറ്റ് ഇടും, എന്നാൽ ചില മത്സരത്തിൽ എക്സ്പെൻസീവ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് KKRന്റെ കാര്യങ്ങൾ. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസപ്പോയിന്റിംഗ് സീസൺ ആണ്. ഇപ്പോൾ ഇതേവരെ 3 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് ആണ്. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ 100 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ തകർത്തത്. ആ ഒരു ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഫിഡൻസിനെ ആകെ തകർത്ത് കളയുന്ന ഒരു പരാജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി എലിമിനേറ്റ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല, ഫ്രീ ആയിട്ട് കളിക്കാം. ഇവരുടെ ഫോമിലുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ യശസ്വി ജയ്സ്വാൾ ആണ്. കഴിഞ്ഞ മത്സരത്തിലും നല്ല രീതിയിൽ തന്നെയാണ് ജയ്സ്വാൾ തുടങ്ങിയത്. പക്ഷേ ആ ഒരു സ്റ്റാർട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GTക്കെതിരെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറി വന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഡക്കിന് പുറത്തായി. ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന പ്ലെയറാണ് വൈഭവ്. അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇനി സഞ്ജുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫുൾ ഫിറ്റ്നസിൽ എത്തിയിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ മത്സരം കളിക്കാൻ സാധ്യതയില്ല. എസ്പെഷ്യലി ആ ഒരു പ്ലേ ഓഫ് റേസിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് സഞ്ജുവിനെ റിസ്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു ഈ മത്സരവും കളിക്കാൻ സാധ്യതയില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നിതീഷ് റാണ ആയാലും ഇപ്പോൾ ചെന്നൈക്കെതിരെ ഒരു മത്സരമൊക്കെ കളിച്ചതൊഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. റിയാൻ പരാഗും കഴിഞ്ഞ സീസണിന്റെ ഒരു നേരിൽ മാത്രമാണുള്ളത്. ഹെറ്റ്മേറും ജുറലും ഈ സീസണിൽ അവർക്ക് ജയിക്കാവുന്ന കളികൾ പോലും ബോർഡിൽ ചെയ്ത പ്ലേയേഴ്സ് ആണ്. പിന്നീട് ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബ്രൈറ്റ് സ്പോട്ട് ഉള്ളത് ആർച്ചറാണ്. പിന്നെ തീക്ഷ്ണയും ചില മത്സരങ്ങളിൽ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. സന്ദീപ് ശർമ്മ പരിക്കേറ്റ് പുറത്തായി കഴിഞ്ഞു. പിന്നീട് പകരം വന്ന ആകാശ് മദ്വാൾ കഴിഞ്ഞ മത്സരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്തെങ്കിലും യോർക്കറുകളൊക്കെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ ആകാശ് മദ്വാളിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മദ്വാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ മദ്വാളിനെ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരുപാട് ലേറ്റ് ആയി പോയെന്ന് ഞാൻ പറയും. ഇത് ഞാൻ പല വീഡിയോകളിലും ആവർത്തിച്ചിട്ടുള്ളതാണ്. ആദ്യം 2-3 മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ആ ദേശ്പാണ്ഡേക്ക് ആ ഒരു റിഥം കണ്ടെത്താൻ കഴിയാത്ത അവസരത്തിൽ മദ്വാളിനെ ടീമിൽ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി. അടുത്ത സീസണിലെങ്കിലും ആ ഒരു
മിസ്റ്റേക്ക് അവർ ആവർത്തിക്കത്തില്ലെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് തന്നെയാണ് ആകാശ് മധുവാൾ ബോൾ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ KKR കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് RRന് തന്നെയാണ്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, പ്ലേ ഓഫ് റേസിൽ നിന്ന് അവർ ഓൾറെഡി പുറത്തായി. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ മൈൻഡോടെ കളിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ബാഗേജസ് ഒന്നുമില്ല, പ്രഷർ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി തോറ്റു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ എത്തിക്കഴിയുമ്പോൾ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയേക്കാം. കൊൽക്കത്തയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമാണ്. ഇനിയൊരു തോൽവി അവരുടെ പ്ലേ ഓഫ് ചാൻസസിനെ സാരമായിട്ട് തന്നെ ബാധിച്ചേക്കാം. അപ്പോൾ ആ ഒരു അവസരത്തിൽ നല്ലൊരു ക്ലാഷ് തന്നെ ഇന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈഡൻ ഗാർഡൻസിലാണ് കളി. കഴിഞ്ഞ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 24 മത്സരങ്ങളിൽ 12 മത്സരങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തവരും 12 മത്സരങ്ങൾ ചേസ് ചെയ്തവരും ജയിച്ചു. എന്നാൽ നമ്മൾ ആഫ്റ്റർനൂൺ ഗെയിംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നടന്ന 8 മത്സരങ്ങളിൽ 6 എണ്ണവും ജയിച്ചത് ചേസ് ചെയ്ത ടീമാണ്. അതുകൊണ്ട് തന്നെ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ചേസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ KKRൽ ഒരു ചേഞ്ചിന് മാത്രമാണ് സാധ്യത കാണുന്നത്. അനുകുൽ റോയ്ക്ക് പകരം ബാറ്റിംഗ് ഒന്നുകൂടി സ്ട്രെങ്തൻ ആക്കാൻ രമൺദീപ് സിംഗ് ടീമിലേക്ക് തിരികെ വന്നേക്കാം. അപ്പോൾ അനുകുൽ റോയ് കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. എന്നാൽ നമ്മൾ RRന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 2 റൈറ്റ് ഹാൻഡേഴ്സ് മാത്രമാണ് അവരുടെ ടീമിലുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഫേവറബിൾ മാച്ചപ്പ് അല്ല. അപ്പോൾ അനുകുൽ റോയ്ക്ക് പകരം രമൺദീപ് സിംഗ് ടീമിലെത്തിയേക്കാം. അല്ലാതെ അവിടെ ചേഞ്ചിന് സാധ്യത കാണുന്നില്ല. ഇനി RRന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഞ്ജു സാംസൺ ഏറെക്കുറെ ഫുൾ ഫിറ്റ്നസിലേക്ക് എത്തിയെങ്കിലും റിസ്ക് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ വേണമെങ്കിൽ വനിതു ഹസരംഗയെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫസൽ ഫറൂഖ് എക്സ്പെൻസീവ് ആണ്. എന്തായാലും പ്ലേ ഓഫ് റേസിൽ നിന്ന് ഔട്ടായ സ്ഥിതിക്ക് വേണമെങ്കിൽ ക്വേന മഫാക്കയ്ക്ക് ഒരു ചാൻസ് കൊടുത്ത് നോക്കാം. അപ്പോൾ അതാണ് നമ്മുടെ RR സൈഡിൽ പ്രതീക്ഷിക്കുന്ന ചേഞ്ചസ്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. KKR നിരയിൽ നിന്ന് വെങ്കടേഷ് അയ്യർ. അപ്പോൾ അതിനുള്ള റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു FT പ്രൈസ് ടാഗ് ഉള്ള താരമാണ്. എന്നാൽ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് വെങ്കടേഷ് അയ്യറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ആ ഒരു ലീൻ ബാച്ചിൽ നിന്ന് വെങ്കടേഷ് അയ്യർ പുറത്ത് കടക്കുമോ എന്ന കാര്യം ഞാൻ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇനി RR സൈഡിൽ നിന്ന് വൈഭവ് സൂര്യവംശി. വൈഭവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സെഞ്ചുറി വന്നു. തൊട്ടടുത്ത മത്സരത്തിൽ ഡക്കായി. ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന പ്ലെയർ ആണ്. അത് മാത്രമല്ല ഒരു ടീനേജറാണ്. അപ്പോൾ ഒരു മത്സരത്തിൽ നല്ലൊരു സക്സസ് വന്നു, എന്നാൽ അടുത്ത മത്സരത്തിൽ ഒരു ഫെയിലിയർ ആയി. അപ്പോൾ ഈ മത്സരത്തെ എങ്ങനെയാണ് വൈഭവ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് അറിയാനും ഞാൻ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ അതോ രാജസ്ഥാൻ റോയൽസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.